വിജയിക്കാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള അനേകം പുസ്തകങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വിശുദ്ധ ബൈബിൾ പഠിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആ 3 കാര്യങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളോട് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. 1, തികഞ്ഞ ഒരു ലക്ഷ്യബോധം. 2, ആസൂത്രിതമായ കഠിനാധ്വാനം. 3, തികഞ്ഞ ദൈവാശ്രയ ബോധം. എ ക്ലിയർ കട്ട് ടാർഗറ്റ്, planned hard work and dependence on God. തമ്പുരാനെ ആശ്രയിക്കുന്ന രീതി. ഇത് 3 കുറിച്ചും ഞാൻ വിശദമായി സംസാരിച്ചു. ഏതാനും ഉദാഹരണങ്ങളൊക്കെ എടുത്തു. ഇന്ന് വാസ്തവത്തിൽ ഇത് പ്രാവർത്തികമാക്കിയ വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങളും പ്രാവർത്തികമാക്കിയ വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. 1, ഞാൻ തുടങ്ങുന്നത് യേശുവിൽ നിന്നാണ്. നിങ്ങൾ വിശുദ്ധ ബൈബിൾ പുതിയ നിയമം മുഴുവൻ പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 3 കാര്യങ്ങളും യേശുവിലുണ്ടായിരുന്നു. 1, തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. താൻ മനുഷ്യനായി അവതരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് യേശുവിന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 12-ാമത്തെ വയസ്സിൽ തിരുനാളിന് പോയ യേശു സിനഗോഗിൽ ദേവാലയത്തിൽ തന്നെ തങ്ങുകയും വേദശാസ്ത്രികളോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തത്. മറിയവും ഔസേപ്പിതാവും വന്ന് കാണുന്ന സമയത്ത് യേശു പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലയോ എന്നൊരു ചോദ്യം യേശുവിൻ്റെ ആ ലക്ഷ്യബോധത്തെക്കുറിച്ച് നമുക്കൊരു അറിവ് തരുന്ന ഒരു വാചകമാണത്. നമ്മുടെയുമൊക്കെ ലക്ഷ്യം അത് വാസ്തവത്തിൽ എന്തായിരിക്കേണ്ടതാണ്? 2 ലക്ഷ്യങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. 1, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ്. 2, ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ചിലപ്പോൾ ഒരു ഡോക്ടറാകാനോ എഞ്ചിനീയറാകാനോ അധ്യാപകനാകാനോ വക്കീലാകാനോ വൈദികനാകാനോ ഒരു സിസ്റ്ററാകാനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിനപ്പുറത്തൊരു ടാർഗറ്റുണ്ട്. അത് ദൈവമഹത്വമാണ്. സൃഷ്ടികളായ നാം ഓരോരുത്തരുടെയും അൾട്ടിമേറ്റ് ടാർഗറ്റ് അത് ദൈവമഹത്വമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏത് പ്രൊഫഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതല്ല കാര്യം. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അതാണ് അൾട്ടിമേറ്റ് ടാർഗറ്റ്. ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഗ്ലോറി ഓഫ് ഗോഡ്. ഇത് നമുക്കൊക്കെ ഉണ്ടാകേണ്ടതാണ്. എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? ദൈവം മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർക്ക് നന്മ വരുമ്പോഴാണ്.
അപ്പം നന്മ ചെയ്യുക അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഞാൻ എൻ്റെ കെട്ടിടങ്ങളുടെയൊക്കെ അടിയിൽ അസ്ഥിവാരമിടുമ്പോൾ ഓരോ പില്ലർ വാർക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു ചെപ്പിൽ പല സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളതിൽ ഒന്ന് ഒരു ഇൻസ്ക്രിപ്ഷനാണ്. കടലാസിൽ ടൈപ്പ് ചെയ്ത് അതിനകത്ത് വയ്ക്കും. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ത്രൂ ദ ബെനഫിറ്റ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യ നന്മയിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. കാരണം ഞാൻ ചെയ്തത് മുഴുവൻ അൾട്ടിമേറ്റായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഈ ബോധ്യം എനിക്ക് എന്നും ഉണ്ടായിരുന്നു. എന്നുമെന്ന് പറഞ്ഞാൽ ഞാൻ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം അതാണ് വ്യക്തമായി എനിക്കുണ്ടായിരുന്നത് അറിവ്. അതിനു മുമ്പേ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. അത് സൈഗോട്ടിക്കായിട്ട് അത് കിട്ടിയിട്ടുണ്ടാവും. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ഒക്കെ പൂർവികരിൽ നിന്ന് അത് കിട്ടിക്കാണണം. എല്ലാ കാര്യങ്ങളും, എല്ലാ സൃഷ്ടികളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവമഹത്വത്തിനാണ്. മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോൾ അത് ദൈവമഹത്വത്തിനായിട്ട് മാറുകയാണ്. ആ ലക്ഷ്യം യേശുവിനുണ്ടായിരുന്നു. ഞാൻ യേശുവിനെ ആദ്യം എടുക്കാം. രണ്ടാമത് പ്ലാൻഡ് ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനം. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു എപ്പോഴെങ്കിലും വിശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്തും യേശു വിശ്രമിച്ചു. വഞ്ചിയിൽ ഒരു വഞ്ചിയുടെ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങിയെന്ന് അല്പം നേരം ഉറങ്ങിയതായിട്ട് ഭാഗത്ത് കാണുന്നുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ യേശു കർമ്മനിരതനായിരുന്നു. സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ വീട്ടിൽ താമസിച്ചു എന്ന് ഒരു പ്രശ്നമില്ല. അവിടെ സുഖവാസം നടത്തിയ നോ, ഓൾവേസ് എപ്പോഴും നടക്കുകയായിരുന്നു. എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തിമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന, നോക്കണം, അവിടെയൊക്കെ എപ്പോഴും യേശു ഒബ്സർവേഷൻ, എല്ലായിടത്തും നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം യേശു പ്രവർത്തന നിരതനായിരുന്നു. രാവിലെ തന്നെ കടലിൽ വലയെറിയുന്ന ആ പത്രോസിനെയും കൂട്ടുകാരെയും കണ്ടെത്തി അവരെ വിളിച്ചു. തൻ്റെ പദ്ധതി നടപ്പാക്കാൻ സൂട്ടബിളായിട്ടുള്ള ആളുകളെ അന്വേഷിച്ച് നടന്നു. ഒരു മിനിറ്റ് പോലും പാഴാക്കിയിട്ടില്ല. ഏറ്റവും ഉത്തമരായവരെ അന്വേഷിച്ച് നടന്നിരുന്നു. അങ്ങനെയാണ് നേരം വെളുക്കാറായിട്ടും കടലിൽ വലയെറിയുന്നവരെ കണ്ടെത്തി വിളിച്ചു. മുന്നോട്ട് പോയപ്പോൾ കടൽ തീരത്ത് വഞ്ചിയുടെ അടുത്തിരുന്ന് വലയുടെ കേടുപാട് പോക്കുന്ന ആ അപ്പനെയും മക്കളെയും കണ്ടത്. മക്കളെ വിളിച്ചു. മുന്നോട്ട് പോകുമ്പോൾ കൂടെ ഒരുപാട് പേരുണ്ട്, ആരവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചുങ്കസ്ഥലത്ത് ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. സാധാരണയായിട്ട് ഇത്രയും തിക്കും തിരക്കും കാണുമ്പോൾ ആ ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റൊന്ന് പോയി നോക്കും. പക്ഷേ ലേവി മത്തായി അവൻ അവിടെ ഇരുന്നു. അവനെ ഏൽപ്പിച്ച ജോലി അവൻ ശരിക്കും ചെയ്യായിരുന്നു. എഴുന്നേറ്റ് പോയി നോക്കിയാൽ ചിലപ്പോൾ ആ പെട്ടിയിലെ പണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ആ നേരത്ത് ചുങ്കമടയ്ക്കാൻ വന്ന ഒരുത്തൻ ആളെ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ടാവാം. ഇതൊക്കെ മനസ്സിലാക്കിയ ആ മത്തായി അവിടെ ഇരുന്നു. തിക്കും തിരക്കും യേശു ഒബ്സർവ് ചെയ്തു മത്തായിനെ. അവനെ വിളിച്ചു.
എനിക്ക് തോന്നിയിട്ടുണ്ട് യേശു മുഴുവൻ സമയവും എല്ലാവരെയും നിരീക്ഷിക്കുകയും ഒക്കെ ആയിരുന്നു. യേശുവിൻ്റെ വ്യക്തിത്വം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. വാസ്തവത്തിൽ എന്നിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയ ഒരു കാര്യമാണ് യേശുവിൻ്റെ വ്യക്തിത്വം. ഞാൻ കൊച്ചു ചെറുപ്പത്തിലെ തൊട്ട് ഒരു ഓൾട്ടർ ബോയും ഒരു യേശു ഭക്തനും ഒക്കെ ആയിരുന്നു. പക്ഷേ യേശുവിൻ്റെ ആ വ്യക്തിത്വം പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എത്ര പ്ലാനിങ് ആണ് യേശുവിന്, എത്ര കഠിന അധ്വാനമാണ് ചെയ്തിരുന്നത്, എന്താ ലക്ഷ്യബോധമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഞാൻ ഈ 3 കാര്യങ്ങളും പഠിച്ചത് ഒരു പുസ്തകത്തിൽ നിന്നല്ല, നമ്മൾ ബൈബിളിൽ യേശുവിനെ പഠിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് യേശു ഇങ്ങനെ പറയും, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്. ആ ലക്ഷ്യം എപ്പോഴും മനസ്സിൽ കണ്ടിരുന്നു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ, ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ഞാൻ ആകർഷിക്കും, എനിക്കൊരുപാട് സഹിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ലക്ഷ്യം ഒരിക്കലും കൈവിട്ടില്ല. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ, യേശുവിനെ കുറിച്ചുള്ളൊരു പുസ്തകം വായിച്ചപ്പോൾ അതിലൊരു പടം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. യേശു ഒരു വാതിൽക്കൽ തുറന്നിട്ടിരിക്കുന്ന വാതിലാണ്. വാതിൽക്കൽ ഇങ്ങനെ 2 കട്ടളപ്പടിയിന്മേലും, കട്ടളപ്പടി ഈ ഭാഗത്തുള്ള വെർട്ടിക്കലായിട്ടുള്ള ആ 2 ഭാഗത്തും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. സൂര്യൻ മുന്നിൽ, അസ്തമയ സൂര്യൻ മുന്നിൽ. അപ്പോൾ ഒരു ഇമേജ് പിന്നിൽ പതിയുമല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഇമേജ് ഒരു ക്രോസ്, ഒരു കുരിശാണ്. കുരിശിൽ യേശു കിടക്കുന്ന ഒരു ചിത്രമാണത്. ആ ചിത്രകാരൻ വരച്ച ചിത്രം ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. യേശുവിന് എപ്പോഴും ഈ തനിക്ക് വഹിക്കാനിരിക്കേണ്ട, താൻ സ്വീകരിക്കേണ്ട കുരിശിനെ കുറിച്ച് എപ്പോഴും ബോധമുള്ളവനായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ബോധമുണ്ടോ? ഒരു ലക്ഷ്യബോധമുണ്ടോ? പഠിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധമുണ്ടോ? ഞാൻ ഈ കളിച്ച് നടക്കേണ്ടവനൊന്നും അല്ല, ഒരു കുടുംബം കൊണ്ടു നടക്കേണ്ടവനാണ്, എൻ്റെ ജീവിത പങ്കാളിയെയും നോക്കി കൊണ്ടു നടക്കേണ്ട വ്യക്തിയാണ്, സപ്പോർട്ടാവേണ്ട വ്യക്തിയാണ്, താങ്ങും തണലും ആകണം. എനിക്ക് മക്കളുണ്ടാകും, അവരെ പഠിപ്പിക്കണം, അവരെ വലിയ നിലയിൽ എത്തിക്കണം. ഇങ്ങനെയൊക്കെ ഒരു ചിന്ത പഠിക്കുന്ന കാലത്തുണ്ടോ? പലപ്പോഴും ഇല്ല. പഠിക്കുന്ന കാലത്ത് മാഷന്മാരെ പറ്റിക്കണം, മാതാപിതാക്കളെ പറ്റിക്കണം, കഴിയുന്നത്ര വർക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, അങ്ങനെയൊക്കെ പല ചിന്തകളുമാണ്. മറിച്ച് വലിയൊരു ലക്ഷ്യം എൻ്റെ മുന്നിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ എന്നെ തന്നെ പ്രാപ്തനാക്കണം. എനിക്ക് കിട്ടുന്ന ഓരോ അവസരവും അതിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയുള്ള ചിന്ത അത് നമ്മുടെ മക്കൾക്കുണ്ടാകുന്നുണ്ടോ? ഇല്ല. ഒരു അധ്യാപകനായാലോ, ഈ കുഞ്ഞുങ്ങളെ എൻ്റെ മുമ്പിൽ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ മാതാപിതാക്കൾ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അവരെ കരപറ്റിച്ചു കൊടുക്കണം. ഈ ലക്ഷ്യം നമുക്കെപ്പോഴും ഉണ്ടോ? അതോ അന്നത്തെ ക്ലാസ് എടുക്കുന്ന, ഇന്ന് 10 ക്വസ്റ്റ്യൻ പഠിപ്പിക്കണം, 20, 30, 40 ക്വസ്റ്റ്യൻ പഠിപ്പിക്കണം, അത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അതിൻ്റെ അപ്പുറത്ത് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ഇവൻ തമ്പുരാനെ അറിയണം, ഇവന് തമ്പുരാനെ കൊടുക്കണം. ഈ ലക്ഷ്യമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നവർക്കുണ്ടോ? മാതാപിതാക്കൾക്കുണ്ടോ? തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് തമ്പുരാനെ കൊടുക്കണം എന്നുള്ള ആ ചിന്ത, അതൊക്കെ അവരുടെ ലക്ഷ്യത്തിൽ പെട്ടതാണ്. ഈ ലക്ഷ്യമൊക്കെ ചിലപ്പോൾ മറന്നു പോകുമ്പോഴാണ് കിട്ടുന്ന കാശ് കൊണ്ട് കള്ളു കുടിക്കുകയും ബാക്കി തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. ഈ ലക്ഷ്യം മറന്നു പോകുമ്പോഴാണ്. ഈ ലക്ഷ്യമുള്ള ഒരു വ്യക്തിയും തെറ്റിപ്പോകില്ല, അവൻ വിജയിക്കാതിരിക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഒരു പക്ഷേ മകനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കലാവാം. പക്ഷേ അതിനപ്പുറത്ത് ആ ഡോക്ടറിൽ മാനുഷികമായ മൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, ദൈവികമായ നന്മകൾ അവനുണ്ടാക്കി കൊടുക്കണം. ഈ ലക്ഷ്യമുണ്ടോ?
നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ആരും ചിന്തിക്കണില്ല. കുട്ടീനെ ഡോക്ടറാക്കണം, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം, ജോലി കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് യേശുവിന് അതെപ്പോഴും ഉണ്ടായിരുന്നു. അവസാനം ആ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ടല്ലോ, ഓ എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ആ പൂർത്തിയാകുക എന്ന് പറയുമ്പോൾ തുടക്കം തൊട്ടേ ആ പൂർണ്ണത, തൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത എപ്പോഴും യേശുവിൻ്റെ മുന്നിലുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നിങ്ങൾ കാണുന്നത്. വിജനസ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി ഉറക്കൊളിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി. ഒരു പക്ഷേ ഒരു വലിയ പരീക്ഷയുടെ തലേ ദിവസം ഒരു കുട്ടി അങ്ങനെ ഉറക്കൊളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവാം, ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുന്നുണ്ടാവും. അതുപോലെ ആ സീരിയസ്നെസ്സോടുകൂടി തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ ദിവസം ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ യേശുവിനെ കാണുന്നു. കഠിനാധ്വാനത്തിൻ്റെ മാതൃക. യേശു കൈക്കോട്ടെടുത്ത് കളച്ച് കാണൂല. പടക്കാനെങ്കിലും പത്രത്തിൽ പരസ്യം ചെയ്യാനോ അതൊന്നും കാണില്ല. പക്ഷേ മുഴുവൻ സമയവും കർമ്മനിരതനായിരുന്നു. യേശു വാക്കുകൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ മുഴുവൻ സമയവും കർമ്മനിരതനാണ്, എൻ്റെ പിതാവും കർമ്മനിരതനാണ് എന്ന്. നമ്മൾ എത്ര സമയമാണ് വേസ്റ്റാക്കി കളയുന്നത്? ആസ്വദിക്കേണ്ട എന്നല്ല ഞാൻ പറയാം, കർമ്മം ചെയ്യുന്നത് ആസ്വാദനത്തോടു കൂടി ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. നിങ്ങൾ കുട്ടികൾക്ക് ഞാൻ എൻ്റെ ബ്രോഷറിൽ എഴുതി കൊടുക്കാറുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന്. അതായത് പഠനം ഒരു കഷ്ടപ്പാടായി കാണരുത്, അതിനെ ഇഷ്ടത്തോടു കൂടി നോക്കുക. ഞാൻ കുട്ടികൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. ഓരോ പരീക്ഷയും കഴിഞ്ഞ് 70% മുകളിലുള്ള കുട്ടികൾക്ക് 3 സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. ഗോൾഡ് 90 മുകളിൽ, 80 തൊട്ട് 90 വരെ സിൽവർ, 70 തൊട്ട് 80 വരെ ബ്രോൺസ്. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. അതിൽ ഒരു പടമുണ്ട്, നടുവിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പടം, 4 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ: സ്റ്റഡി, ടീച്ച്, എൻജോയ്, സെർവ്. ഒരു കുരിശിൻ്റെ ആകൃതിയിൽ സ്റ്റഡി, ടീച്ച്, എൻജോയ് ആൻഡ് സെർവ്. ഇതാണ് 4 വാക്കുകൾ. ഈ ലക്ഷ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി. ഈ കഠിനാധ്വാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനിയും യേശു ആ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ഭാഗമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എത്രമാത്രം അധ്വാനിച്ചിട്ടാണ് ആ കുരിശ് ചുമന്ന് പോകുന്നത്. വേണ്ടാന്ന് വെക്കാമായിരുന്നു. ഈ could have averted it. ഇതൊന്നും, ഈ ഭാരം ഒന്നും പേറേണ്ട ആവശ്യമില്ല. പക്ഷേ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാണ് നിറവേറ്റാനുള്ളത്. എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, പിതാവായ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ ആയിരുന്നേ? ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് എന്താ വിളിച്ചു പറഞ്ഞേ, പ്രാർത്ഥിച്ചത്? പിതാവേ, നീ എന്നെ മഹത്വപ്പെടുത്തണമേ. എല്ലാ സമയത്തും പിതാവിനോട് കൂടെയായിരുന്നു എന്നുള്ള ആ കാര്യം ഓർക്കുക. നമ്മൾ അങ്ങനെയാണോ? പിതാവായ ദൈവത്തോട് കൂടെയാണോ നമ്മൾ? ഞാൻ യേശു നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നും, എന്താ ഇപ്പം യേശു വിജയിച്ചു എന്നൊക്കെ പറയണത്? തല്ലിക്കൊന്ന് കുരിശുമ്മ തൂക്കിയ പോലെ അല്ലേ
ചിലർ അങ്ങനെയാണ് കാണുന്നത്. എന്നോട് ഒരുത്തരൊക്കെ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു അപ്പാരൻ്റ്ലി സോ, അങ്ങനെ തോന്നും. പക്ഷെ 3-ാം ദിവസം ഇതിനെയൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റില്ലേ? ഇന്നും യേശു ജീവിക്കുന്നില്ലേ? എന്തുകൊണ്ട്? ഇതാണ് കാരണം. ഒന്ന്, തികഞ്ഞ ലക്ഷ്യബോധം. ആ ലക്ഷ്യബോധം തോടുകൂടി പ്ലാൻഡ് ഹാർഡ് വർക്ക്. എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരുന്നു, പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയായിരുന്നു. ഇനിയും നിങ്ങൾ എത്രയോ പേരെ വേണമെങ്കിലും നോക്കിക്കോളൂ. പരിശുദ്ധ കന്യാമറിയത്തെ നോക്കൂ. തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. മാലാഖ പറഞ്ഞ ആ കാര്യം വളരെ കൃത്യമായ ആ ലക്ഷ്യം അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഔസേപ്പിതാവ്, ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി മറിയം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് പോയി. കഠിനാധ്വാനം, തികഞ്ഞ ലക്ഷ്യബോധം. ഗർഭിണിയായിരിക്കുമ്പോൾ എത്ര സ്ഥലത്തേക്കാണ് ഔസേപ്പിതാവ് കൊണ്ടുപോയത്? ഔസേപ്പിതാവിനും വേണമെങ്കിൽ മാലാഖയോട് പറയാമായിരുന്നു, നീ വേണമെങ്കിൽ നോക്കിക്കോ, ഈ നേരത്തൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയല്ലല്ലോ. ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ള ആ ലക്ഷ്യം, അതിനു വേണ്ടി എന്ത് കഠിനാധ്വാനവും സഹിക്കാനായിട്ട് രണ്ടുപേരും തയ്യാറായിരുന്നില്ലേ? എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ളൊരാശയം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നുകയാണ്. വ്യാകുല മാതാവ് എന്നൊക്കെ പറയും. എനിക്കെന്തുകൊണ്ടോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വ്യാകുലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാതാവിന്. പക്ഷേ മാതാവ് അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ പറയാം. മാതാവ് യേശുവിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ആ കല്യാണ വീട്ടിൽ പറഞ്ഞു, നീ എന്താ ചെയ്യേ? യേശു പറയുന്നുണ്ട് എൻ്റെ സമയം ആയിട്ടില്ല. എന്നാലും മറിയം പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡറായിരുന്നു. അത് യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് മറിയം പിന്നാലെ നിന്നിരുന്നു. പ്രാർത്ഥനയോടുകൂടി യേശു കുരിശുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് യേശു മാതാവിനെ കണ്ടെത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ ഭാഗം നമ്മൾ നാലാം സ്ഥലം നമ്മൾ അങ്ങനെ ധ്യാനിക്കുന്നുണ്ട്. മറിയം യേശുവിനെ ഫോളോ ചെയ്യായിരുന്നു പ്രാർത്ഥനയോടുകൂടി. എൻ്റെ മകൻ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ സന്തോഷത്തോടു കൂടിയാണ് മറിയം അനുധാവനം ചെയ്തത്. അങ്ങനെ കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ആ കുരിശിൻ്റെ താഴെ നിന്നുകൊണ്ട് എ സൈ ഓഫ് റിലീഫ്, തമ്പുരാന് നന്ദി പറഞ്ഞു കാണും. അവിടെ താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞു കാണും. യേശു അവനിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്തോ അത് നിറവേറ്റിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാഗം ഞാൻ വേണ്ടതുപോലെ നിറവേറ്റിയിരിക്കുന്നു എന്നൊക്കെ. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു വ്യാകുല മാതാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ടേ പറ്റണില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധന്മാരെയൊക്കെ നോക്കിയാൽ അവർക്കൊരു തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടാവും. ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊന്നും ഉണ്ടാവില്ല. സെൻറ്റ് അഗസ്റ്റിനൊന്നും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടൊരു ലക്ഷ്യബോധം വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ പിന്നാലെ പോയി. ഫ്രാൻസിസ് അസീസി എന്താ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ, ഏറ്റവും അവസാനം വിശുദ്ധയായ മദർ തെരേസ്യ. തികഞ്ഞ ലക്ഷ്യമുണ്ടായപ്പോഴല്ലേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? തികഞ്ഞ ലക്ഷ്യമുണ്ടായപ്പോഴല്ലേ ഫ്രാൻസിസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? തികഞ്ഞ ലക്ഷ്യമുണ്ടായതുകൊണ്ടല്ലേ ഇന്ന് വൈദികരായിരിക്കുന്നവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? സിസ്റ്റേഴ്സ് ആയിരിക്കുന്നവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? മദർ തെരേസ്യ എത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നുപോയി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട്. ഇവരൊക്കെ നമുക്ക് മാതൃകകളായിരിക്കേണ്ടവരാണ്. വിജയത്തിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കൊക്കെ മാതൃകകളായിരിക്കേണ്ടവരാണ്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.